ഹായ് ഹലോ നമസ്കാരം. നിക്കീസ് നെസ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ തന്നെ നേരത്തെ ചെയ്തൊരു ഹെയർ കെയർ വീഡിയോ ആണ്. അതിനകത്ത് എൻ്റെ മുടിയും പിന്നീട് നമ്മൾ ഇട്ട ഒരു വീഡിയോയിലെ മുടിയുമാണ്. രണ്ട് മുടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിലൊന്ന് മുടിയുടെ അറ്റം മുറിക്കാൻ പോയതാണ്. അവർ നേരെ പകുതി മുടി എൻ്റേത് കട്ട് ചെയ്ത് താഴെ ഇട്ടു. അത് കഴിഞ്ഞു എൻ്റെ മുടി വളരെ പെട്ടെന്നാണ് കിളുത്ത് അത്രയും ആയത്. നിങ്ങൾ കണ്ടല്ലോ, പകുതി ഷോൾഡറിന് താഴെ വെച്ചൊരു മുടി കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ മുടി വളരുന്നതിൻ്റെ സീക്രട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു എണ്ണ കാച്ചിയാണ് ഇവിടെ തേക്കുന്നത്. അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങളാണ് കാണുന്നത്. മൈലാഞ്ചി ഇല, തുളസി ഇല, പൂവാങ്കുരുന്നില, കരിയാപ്പില, മുയൽ ചെവിയൻ, ചെമ്പരത്തി പൂവ്, അതിനകത്ത് തന്നെ കാട്ടുതെറ്റിപ്പൂവ്, പിന്നെ നെല്ലിക്ക, നാരങ്ങ, നീലയമരി, അതുപോലെ തന്നെ കറ്റാർവാഴ, പിന്നെ കൂടാതെ ഈ പനിക്കുറക്ക, കീഴാർ നെല്ലി, അതാണ് കീഴാർ നെല്ലി. അപ്പം ഇത്രയും ചേർത്താണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. എണ്ണയ്ക്ക് പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം കയ്യോന്നിയാണേ. അപ്പോൾ കയ്യോന്നി കിട്ടിയപ്പോൾ നേരത്തെ നമ്മൾ അതിന് നീരെടുത്ത് വെച്ചു. അപ്പം നാരങ്ങയും ചെമ്പരത്തിയും ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ മിക്സിയിൽ നന്നായി അടിച്ച് അതിങ്ങെടുക്കും. എൻ്റെ നീരാണ് നമുക്ക് ആവശ്യം. കണ്ടോ, അത്രയും നീരാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ആ നീര് നമ്മളുടെ തോർത്തിലോ തുണിയിലോ വല്ലതും അരിച്ച് എടുത്തു. അതിനകത്തേക്ക് നമ്മൾ ചെമ്പരത്തി പൂവായിട്ട് തന്നെ അങ്ങനെ ഇടുവാണ് ചെയ്യുന്നത് സാധാരണ. ഞാൻ 1/2 ലിറ്റർ എണ്ണ കാച്ചാം, വെളിച്ചെണ്ണ 1/2 ലിറ്റർ കാച്ചാം എന്നാണ് വിചാരിക്കുന്നത്. നല്ല വെളിച്ചെണ്ണയാണ് കാച്ചി ഉപയോഗിക്കുന്നത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയും എടുക്കും. 1/2 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിയാൽ നമുക്ക് 2 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുണ്ട്. ഒരുപാട് എണ്ണ അങ്ങനെ തേക്കുന്നില്ല, എല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇത്രയും ചേർത്ത് നമുക്കിനിയും എണ്ണ കാച്ചാം. എണ്ണ കാച്ചുമ്പോൾ ചിലപ്പം ഒരു ദിവസം കൊണ്ടും ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടുമാണ് കാച്ചുന്നത്. വിറകടുപ്പയിൽ ആണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. നല്ല കട്ടിയുള്ള ചട്ടിയിൽ വേണം നമ്മൾ എണ്ണ കാച്ചെടുക്കാൻ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ കൂടുതലും ഇപ്പം വെള്ളത്തിൻ്റെ അംശമായതുകൊണ്ട് ഇത് നല്ലതായിട്ട് തിളയ്ക്കും. തിളച്ച് നിൽക്കും. നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ അത് അടിയിൽ പറ്റും. അപ്പം തിളച്ച് ഈ എരപ്പ് നിൽക്കുമ്പോൾ വേണം നമ്മൾ എണ്ണ എടുക്കാൻ. കഴിഞ്ഞു മൂത്തോന്നറിയാൻ ഒരു ഉള്ളി ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഉള്ളി മൂക്കുന്ന പരുവാണ് എണ്ണ എടുക്കേണ്ടത്. അപ്പോൾ എണ്ണ കണ്ടോ ഇങ്ങനെ ഊറ്റിയെല്ലാം പിന്നെ നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്. പാത്രഭാഗമായിട്ട് നമ്മളൊരു കർപ്പൂരം ഇട്ടിട്ടുണ്ട്. അതൊരു മണവുമാണ്, ചൂടുമാണ്, നമുക്ക് പനിയൊക്കെ വരാതെ ഇരിക്കും. അപ്പം ഇതാണ് എൻ്റെ മുടി വളരുന്നതിൻ്റെ രഹസ്യം. നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. അന്യായ വിലയൊക്കെ